വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലോറോഫിൽ പിഗ്മെന്റ്സിനെ കുറിച്ചാണ് മെയിൻലി പറയുന്നത്. അതായത് നമ്മുടെ ഡിഗ്രി ബേസിൽ പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആ പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള മെയിൻ കമ്പോണൻസ് ഒക്കെയാണ് പറഞ്ഞു വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആണ്. ആ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സിൽ മൂന്നെണ്ണാണ് ഉള്ളത്. ഒന്ന് ക്ലോറോഫിൽ പിഗ്മെന്റ്സ്, കരോട്ടനോയിഡ്സ്, ഫൈറ്റോബിലിൻസ്. സോ അതിൽ ക്ലോറോഫിൽ പിഗ്മെന്റ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ സ്ട്രക്ചറാണ് മെയിൻലി ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ക്ലോറോഫിൽ പിഗ്മെന്റിന്റെ സ്ട്രക്ചർ. ഓക്കെ, അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, എടുത്തു തരണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലോറോഫിൽ പിഗ്മെന്റിന്റെ സ്ട്രക്ചറാണ് പഠിക്കുന്നത്. സോ ഒരു ക്ലോറോഫിൽ പിഗ്മെന്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഹെഡും ഉണ്ടായിരിക്കും, ഒരു ടെയിലും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ഹെഡും ഒരു ടെയിലും ചേർന്നതാണ്, ഒരു ഹെഡ് പോർഷനും ഒരു ടെയിൽ പോർഷനും ചേർന്നതാണ് ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ സ്ട്രക്ചറിന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയേണ്ട കാര്യം അതിൻ്റെ സെൻട്രലിൽ വരുന്ന മെറ്റൽ ഏതാണ്? മഗ്നീഷ്യം എന്ന് പറയുന്ന സെൻട്രൽ മെറ്റൽ ആയിരിക്കും ക്ലോറോഫില്ലിന്റെ സെൻട്രൽ ഉണ്ടായിരിക്കുക. ഓക്കെ, മഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റൽസിന്റെ വാലൻസി 4ആണ്. അതുകൊണ്ട് തന്നെ അത് എന്തുണ്ടായിരിക്കും? 4 നൈട്രജൻ ആറ്റവുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഇതായിരിക്കും ഫസ്റ്റ് പറയേണ്ട സ്ട്രക്ചർ. ഓക്കെ, അതിനുശേഷം മാത്രമാണ് നമ്മൾ ഹെഡും ടെയിലും പറയുന്നത്. ഫസ്റ്റ് അതിൻ്റെ സെൻട്രലി ഒരു മഗ്നീഷ്യം ഉണ്ടായിരിക്കും. മഗ്നീഷ്യം 4 നൈട്രജനുമായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇനി നമുക്ക് ഹെഡ് പോർഷൻ എങ്ങനെയാണ്, ടെയിൽ പോർഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലോറോഫില്ലിന്റെ ഹെഡ് റീജിയന് നമ്മൾ പോർഫൈറിൻ ഹെഡ് അല്ലെങ്കിൽ ടെട്രാപൈറോളിക് ഹെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പോർഫൈറിൻ ഹെഡ് എന്ന് വെച്ചാൽ 4 പൈറോൾ റിങ്ങും ഒരു സൈക്ലോപെന്റനോൾ റിങ്ങും ചേർന്നതാണ്. അപ്പോൾ പൈറോൾ റിങ് എന്ന് വെച്ചാൽ എന്താ? ഇതാ ഒന്നാമത്തെ പൈറോൾ റിങ്, സെക്കൻഡ് വൺ, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ. ഇങ്ങനെ 4 പൈറോൾ റിങ് ഉണ്ടായിരിക്കും. 1 മുതൽ 4 വരെ ഉള്ളതിനെ നമ്മൾ പൈറോൾ റിങ് എന്ന് പറയും. അതുകൊണ്ടാണ് ഈ ഒരു ടെട്രാപൈറോൾ, ടെട്ര എന്ന് പറയുന്നത് 4 അർത്ഥം, 4 പൈറോൾ റിങ് ഉള്ള ഒരു ഹെഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു ടെട്രാപൈറോൾ റിങ് ഹെഡ് എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഈ ഒരു തേർഡ് പൊസിഷനിൽ 5ാമത്തെ ഒരു സൈക്ലോപെന്റനോൺ റിങ്ങും ഉണ്ടായിരിക്കും. ഓക്കെ, ബാക്കിയൊക്കെ പൈറോൾ റിങ് ആണ്, ഇത് സൈക്ലോപെന്റനോൾ റിങ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെ അതാണ് ഒരു ഹെഡ് റീജിയൻ എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ മഗ്നീഷ്യം, 4 നൈട്രജൻ, ആ ഓരോ നൈട്രജൻ്റെ അകത്തും ഓരോ പൈറോൾ റിങ് ഉണ്ടായിരിക്കും. 5ാമത്തത് ഒരു സൈക്ലോപെന്റനോൾ റിങ്. ഈ പൈറോൾ റിങ്ങും ഒരു സൈക്ലോപെന്റനോൾ റിങ്ങും കൂടി ചേർന്നതിനെയാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഹെഡ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ടെയിൽ റീജിയൻ ആണ്. ടെയിൽ റീജിയൻ എന്ന് പറയുമ്പോൾ അതിനു മുന്നേ നമ്മൾ ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും ഉണ്ട്. അതൊക്കെ അതിൻ്റെ വ്യത്യാസമൊക്കെ പഠിക്കാനുണ്ട്. സോ ഇതിൽ എത്ര കാർബൺ ആറ്റമാണ് ഉള്ളത്? നമുക്ക് ഇവിടെ നിന്നാണ് എണ്ണാൻ തുടങ്ങുന്നത്. 1 2 3 4 5 6 7 8 9 10. 10 കാർബൺ ആറ്റം ഉണ്ടായിരിക്കും അല്ലേ നമ്മുടെ ഹെഡ് റീജിയനിൽ. അപ്പം 10 കാർബൺ ആറ്റമാണ് ഉള്ളത് എന്ന് മനസ്സിലായി. ഓക്കെ, ഹെഡ് റീജിയനിൽ 10 കാർബൺ ആറ്റം ഉണ്ട്. ഇനി നമുക്ക് ടെയിൽ റീജിയനിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ടെയിൽ റീജിയൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഈ ഓരോ ഇതിൻ്റെ പൊസിഷനിലും പൈറോൾ റിങ്ങിൻ്റെ ടെയിലായിട്ട് വരുന്ന റീജിയൻ ആയിരിക്കും. അപ്പോൾ ഫൈറ്റോൾ സൈഡ് ചെയിൻ എന്നാണ് ഈ ഒരു ടെയിൽ റീജിയന് പേര് പറയുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ഹൈഡ്രോ കാർബൺ ചെയിനാണ്. ഹൈഡ്രജനും കാർബണും മാത്രം ബൈൻഡ് ചെയ്തിട്ടുള്ളൊരു ചെയിനാണ്. അപ്പോൾ ഈ ഒരു ചെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ 1 2 3 4 4 കാർബൺ മാത്രമേ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ ഇങ്ങനെ തുടർന്ന് 20 കാർബൺ ആറ്റം ഉള്ള ഒരു ലോങ് ഹൈഡ്രോ കാർബൺ ചെയിനാണ് ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു ടെയിൽ റീജിയൻ. ഈ 4 എണ്ണത്തിൻ്റെ അകത്തും ഈ ഒരു പൊസിഷനിൽ എന്തുണ്ടായിരിക്കും? ടെയിൽ റീജിയൻ, ഫൈറ്റോൾ സൈഡ് ചെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബേസിക് സ്ട്രക്ചർ പഠിക്കുമ്പം ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള 2 ക്ലോറോഫിൽ ഉണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കണം. അപ്പം നമ്മൾ ഈ ഒരു ഫൈറ്റോൾ ചെയിൻ ഉണ്ടല്ലോ, ആ ഫൈറ്റോൾ ചെയിനിൻ്റെ അകത്ത് പൈറോൾ റിങ്ങിൻ്റെ അകത്ത് തേർഡ് പൊസിഷനിലെ ആ തേർഡ് പൊസിഷനിലുള്ള ഈ ഒരു R ഗ്രൂപ്പ് എന്ന് പറയുന്നത്
മിഥൈൻ ആണെങ്കിൽ CH3 ആണെങ്കിൽ അത് ക്ലോറോഫിൽ A ആയിരിക്കും. മറിച്ചത് -CHO ആണെങ്കിൽ അത് എന്തായിരിക്കും? ക്ലോറോഫിൽ B ആയിരിക്കും. അത് മാത്രമേ സ്ട്രക്ചറലി അവർക്ക് വ്യത്യാസമുള്ളൂ. അതിന്റെ കളറിൽ ചിലത് ബ്ലൂയിഷ് ഗ്രീനിഷ് എന്ന് പറയുന്ന വ്യത്യാസമുണ്ട്. അത് എല്ലാ പിഗ്മെന്റ്സിന്റെ കൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇടുന്നതായിരിക്കും. ഇത്രമാത്രം ഈ ഒരു ക്ലാസ്സിൽ അറിഞ്ഞിരിക്കുക. ആ ഒരു തേർഡ് പൊസിഷനിലുള്ള R പൊസിഷൻ എന്ന് പറയുന്നത്, R റീജിയൻ എന്ന് പറയുന്നത് CH3 ആണെങ്കിൽ അത് ക്ലോറോഫിൽ A ആയിരിക്കും. CHO ആണെങ്കിൽ അത് ക്ലോറോഫിൽ B ആയിരിക്കും. ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന മിഥൈൽ ഗ്രൂപ്പ്, ഓക്കെ, അത് ക്ലോറോഫിൽ A. സോ ഇത്രയാണ് ആ ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ മെഗ്നീഷ്യം, അതിനു ചുറ്റും 4 നൈട്രജൻ, ഓരോ നൈട്രജനിലും 4 പൈറോൾ റിംഗ് ഉണ്ടായിരിക്കും. കൂടാതെ അഞ്ചാമത്തത് ഒരു സൈക്ലോപെന്റനോൺ റിംഗ് ആണ്. ഈ 4 പൈറോൾ റിംഗും ഒരു സൈക്ലോപെന്റനോവും ചേർന്നതാണ് ഹെഡ് റീജിയൻ. അതുകൂടാതെ ഈ ഒരു പൊസിഷനിൽ 20 കാർബൺ ആറ്റം ചേർന്നിട്ടുള്ള ഒരു ലോങ് ഫൈറ്റോൾ സൈഡ് ചെയിനും ഉണ്ടായിരിക്കും. അതാണ് ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ.